എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ നെയ്ബർ വീട്ടിലെ ഒരു നെയ്ബർ പൂച്ച ഇവിടെ വന്നിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് എടുക്കാൻ പറ്റിയതാണ്. ഞാൻ ഒരു മണികിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട്. 2-3 ദിവസം മുമ്പ് ഞാൻ ആശാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതുവഴി, അതായത് അവരെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ആ സൈഡിലാണ്, ആ വഴി ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോൾ ഞാൻ പതുക്കെ ജനാലയിലൊന്ന് തട്ടി, ഈ ഒരു വിൻഡോയിൽ ഗ്ലാസ്സിലൊന്ന് തട്ടിയപ്പോൾ ഇത് ആശാൻ ഈ ഒരു വിൻഡോയുടെ ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങി ഈ വിൻഡോയുടെ ഇവിടെ, അതായത് അവനിവിടെ കയറണം, അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ വന്നിങ്ങനെ പതിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും മാത്രമാണ് കേട്ടോ. അയ്യോ, ഞാൻ തുറക്കുമെന്നും പറഞ്ഞ ഞാൻ തുറക്കുന്നില്ല ഇവിടെ നോക്കുന്ന കേട്ടോ. ഞാൻ തുറക്കുമെന്നും പറഞ്ഞ് ഞാൻ തുറക്കുന്നില്ല ഒന്ന് നോക്കിയാണ്. ഇത് ഇപ്പുറത്തെ റൂമിലാണ് കേട്ടോ. അപ്പം ഈ റൂമിൽ ജസ്റ്റ് വല്ല ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് ഇവിടെയാണ് സംഭവങ്ങളെല്ലാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരും. അയ്യോ പോകുന്നത് അവിടെ പമ്മി ഇരിക്കുന്നു കേട്ടോ. അധികം വരാറില്ല. ഈ ബാക്ക് സൈഡിലൊക്കെ നോക്കിയാണ് നിറയെ അഴുക്കുണ്ട് കേട്ടോ. ഇനി വിൻഡോ ഒന്ന് തുടയ്ക്കണം. പോണില്ലേ, എനിക്ക് ഇച്ചിരി പരിപാടിയുണ്ട് ഇവിടെ. ഫുൾ അഴുക്കാണ്, അതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ആശാനെ എനിക്ക് പരിചയമില്ല, പിന്നെ ഞാൻ എങ്ങനെ വാതിൽ തുറക്കുന്നത്? എന്താ വിശ്വസിച്ച് ഞാൻ വാതിൽ തുറക്കും? പിന്നെ എനിക്ക് പരിചയമില്ല. നിനക്ക് വല്ല അക്രമ സ്വഭാവം ഉണ്ടോയെന്നറിയില്ല. ഞാനിവിടെ തനിച്ചാണ്. നീ എന്നെ പേടിപ്പിച്ചാലോ? അതുകൊണ്ട് നമുക്ക് വിൻഡോയുടെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇങ്ങനെ കണ്ണും തമ്മിൽ അങ്ങനെയൊക്കെ കഥ പറഞ്ഞിരിക്കാം കേട്ടോ. അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം തൽക്കാലം ഇങ്ങനെയൊക്കെ ഇരുന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ കിടപ്പായ കേട്ടോ. ഇവിടെ തുറക്കണമെങ്കിൽ ഇതിനകത്ത് കയറാം എന്നുള്ള രീതിയിൽ ഇവിടെ ആശാൻ ഇരിപ്പാണ്. നമ്മൾ ബേസ്മെൻ്റ് ആയതുകൊണ്ടാണ് ആ തറഭാഗം ഇങ്ങനെ കാണുന്നത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന സമയത്ത്. അയ്യോ, ഞാനിവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് നോക്കുന്നത് കേട്ടോ. തുറക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടാടി, നീ തുറക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടാ എങ്കിൽ ഞാൻ ചാടി കയറാമെന്നും പറഞ്ഞു. ഇവിടേക്ക് ഒന്ന് പരിചയമാവട്ടെ കേട്ടാ. ലുട്ടാപ്പി, ഇടി ലുട്ടാപ്പി, താക്കട് മൂത്തേ. എൻ്റെ വീട്ടിലും ഉണ്ട് കുറേ പേരുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് കുറേ പേര് കേട്ടാ. നിന്നെപ്പോലെയല്ല, നമ്മളെ വീട്ടിലുള്ളത് കുറച്ച് നാടനാണ്. ഇപ്പം ഞാൻ തുറക്കുന്നില്ല. നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം തുറന്നാലെന്താ? അത് പോരെ? ഇപ്പം ഞാൻ തുറക്കണില്ല കേട്ടാ. ദേ വിൻഡോയുടെ സൈഡിൽ കണ്ട എന്താ ആശ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടാ. ഒന്ന് തുറക്കടേ, ഞാനൊന്ന് അകത്ത് കയറട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. നോക്കണം നോക്കാൻ എനിക്ക് പാവം തോന്നും. പക്ഷേ ഞാൻ എന്ത് വിശ്വസിച്ച് തുറക്കും? എനിക്കാണെങ്കിൽ ഇതിനെ പരിചയമില്ല. ഉപദ്രവിക്കോ എന്തെങ്കിലും പിച്ചയും അതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഏട്ടനും ഇവിടെ ഇല്ല. ഏട്ടൻ ഉള്ള സമയത്താണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാണ്ട് ഞാൻ എങ്ങനെ തുറക്കുന്നു? ഒരു പരിചയവും ഇല്ലാത്ത ആളാണ്. പക്ഷെ വന്ന് നിൽക്കണം കണ്ടിട്ട് എനിക്കങ്ങ് പാവം തോന്നുന്നു. കൊടുക്കാനാണെങ്കിൽ കേട്ടോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഞാൻ വിൻഡോ തുറന്നാൽ ആശാനിപ്പോൾ അകത്ത് കയറി. വിൻഡോ തുറക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഞാൻ വിൻഡോ അടച്ചിട്ട് കേട്ടോ. ഈ വിൻഡോ ഞാൻ തുടയ്ക്കാനായിട്ട് വരും. അപ്പം നമുക്ക് പരിചയപ്പെടാം. അപ്പുറത്തെ സൈഡിൽ കൂടി ഞാൻ വരട്ടെ. പോകുന്നില്ലേ വീട്ടിൽ? നിങ്ങളെ വീട്ടിൽ പോകുന്നില്ലേ? എന്തൊക്കെയോ കണ്ണടച്ചടച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് തോന്നുന്നു. നല്ല രസമില്ല. അയ്യോ, അതാ പമ്മിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇവിടെ തന്നെ കിടക്കാൻ പോവുകയാണ്. നീ എപ്പോൾ വാതിൽ തുറക്കുന്നു അപ്പം ഞാൻ അകത്ത് കയറും എന്നുള്ള മട്ടിൽ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആശാൻ. പോയി കേട്ടോ. പാവം. എലിയിൽ സൈഡിലാണ്, പമ്മിയാണ് ഇരിക്കുന്നുണ്ടോ എന്തോ. അങ്ങടേക്ക് പോയേട്ടാ. വെറുതെ ഒന്ന് കൊട്ടി നോക്കിയാലോ. ഹലോ, ചുമ്മാ കൊട്ടിയേക്കാം. ഹലോ, പോയെന്ന് തോന്നുന്നു. ഇതിൽ പോയാന്നറിയാൻ വയ്യ. സൈഡിലാണ് അതിന് പമ്മി ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആള് ദേ തിരിച്ച് പമ്മി വന്ന് നോക്കണമൊക്കെയാണ്. ഇതിന് പമ്മി ഇരുന്നിട്ട് എന്നെ നോക്കുന്നു കേട്ടോ. കണ്ണിറുക്കിയൊക്കെ കാണിക്കുന്നത്. എന്തുവാടേ കാണിക്കുന്നേ? എന്നാലും പുള്ളിക്കാർ അവിടെ നിന്നോ. എനിക്കൊരു കൂട്ടായില്ല, എനിക്കൊരു കമ്പനിക്ക് ആളായില്ല. ഞാനെങ്കിൽ 2 റീൽസൊക്കെ എടുക്കട്ടെ. അവിടെ കിടക്കോ? എന്തായാലും എനിക്ക് കമ്പനിക്ക് ആളായി, മിണ്ടാനും പറയാനും ഒക്കെ ഒരാളായി. ഈ റീൽസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ദേ ഒരാൾ തലയിട്ടൊന്ന് എത്തി നോക്കിയിട്ട് ദേ വീണ്ടും കിടപ്പായി. ഞാനവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഒന്നുകൂടെ എത്തി നോക്കോ. ഇവിടെ തലയിട്ട് എത്തി നോക്കുന്നുണ്ട് ആശാൻ. എന്നിട്ട് വീണ്ടും കിടന്നു. ഞാൻ ഒരു തല, 2 കണ്ണ്, 2 ചെവി. ഞാൻ കണ്ടടേ. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഈ വിൻഡോയുടെ അടുത്തൊക്കെ ഞാൻ വന്നത്. ജസ്റ്റ് കത്തനൊന്ന് മാറ്റിയിടും അത്രേ ചെയ്യത്തുള്ളായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വിൻഡോയുടെ അടുത്തത് ഇവനെ കാണാൻ വേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് അതൊക്കെ കണ്ടത്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം.
ഇങ്ങോട്ട് അധികം കയറാറില്ല, അതുകൊണ്ടാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. വെളിയിൽ കൂടെ ഒന്ന് പോയാലോ? അവിടെ തന്നെ നിൽക്കുന്നു കേട്ടോ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ കേട്ടോ. ഇവിടെ കണ്ടോ ഈ റൂമിൽ ജസ്റ്റ് പെട്ടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ എടുത്ത് വെച്ചിരിക്കാം. കുറച്ച് നേരം ഒന്ന് മാറിയിക്കാമേ, ജസ്റ്റ് ഒന്ന് നോക്കാം. പോവോ എന്തോ കേട്ടോ, ഒളിച്ച് നോക്കട്ടെ ഞാൻ. അയ്യോ ഓടത്തിന് വിട്ടേട്ടോ, അപ്പുറത്തോട്ട് വരട്ടെ ഞാൻ. എന്നെ കാണുന്നുണ്ടോ എന്തോ അറിയത്തില്ല. പതുക്കെ ഞാനെങ്കിൽ അപ്പുറത്തൂടെ ഒന്ന് പോയിട്ട് വന്നാലോ? ഇതിലാണ് കേട്ടോ ആശ നിന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഇതാ ഇരിക്കുന്ന. അയ്യോ ഉപദ്രവിക്കും എന്തോട്ടെ, എനിക്കൊരു പേടിന്നാ എന്നെ അടുത്തോട്ട് വരുന്ന. ഓഹോ ഓ അടുത്തോട്ട് പോകാൻ എനിക്കൊരു പേടി. എൻ്റെ അടുത്തോട്ട് ഇനി വരുന്ന എന്തോ. അയ്യോ ഇങ്ങോട്ട് താ വരുന്ന. എൻ്റെ അടുത്തോട്ട് വരണ്ട, നിങ്ങൾ അവിടെ എവിടെയൊക്കെ നിന്നോ, എൻ്റെ അടുത്തോട്ടൊന്നും വരണ്ട. അയ്യോ ദാ വരുന്ന. എൻ്റെ അമ്മീ എന്നെ വല്ലതും ചെയ്യോ? ദൈവമേ ദാ എൻ്റെ അടുത്തോട്ട് വരുന്നു. അയ്യോ ദാ ഇവിടെ കിടന്ന ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എനിക്ക് വയ്യ. ദാ എൻ്റെ അടുത്ത് വരുന്ന. അയ്യോ എൻ്റെ അടുത്ത് വരുന്ന. അയ്യോ ദാ എന്നതാ മുട്ടി വരുമെന്ന എനിക്കോ. അയ്യോ പാവടാണ്. എന്തോ എന്തൊക്കെ കാണിക്കുന്നു ഇവനിത് എന്തൊക്കെയായി കാണിക്കുന്നേ. അത് പോകുന്നു കേട്ടോ പതുക്കെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനെങ്കിൽ പോട്ടാ. കിടക്കുവാണോ? ഞാൻ പോട്ടെ, ഞാൻ തുടച്ച് കഴിഞ്ഞേട്ടാ. ഇത്രയും അഴുക്കുണ്ടായിരുന്നു, ഉറക്കം വരുന്നു തോന്നുന്നു. എന്തോരം അഴുക്കായിരുന്നു. ഞാൻ പോകുന്ന കേട്ടോ. അയ്യോ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇതാവണം, മലയാളം മനസ്സിലാവോടെ ഇതിന്. ആ വരുന്നു, അവിടെ പോയി നോക്കുന്നു കേട്ടാ. ഡു യു വാണ്ട് ബിസ്ക്കറ്റ്? എന്തിനാണോ എന്തോ ദൈവമേ, ഏത് ഭാഷ ചോദിക്കും. ഇതാ വീണ്ടും വന്ന് മുട്ടി ഉരുമൽ തന്നെ മുട്ടി ഉരുമൽ. എന്തായാലും ഞാൻ പോകാൻ പോകണം കേട്ടോ. നിങ്ങളവിടെ നിന്നോ, അകത്ത് കയറി കേട്ടാ. എവിടെ കൊട്ടി ഓ ഞാനിങ്ങ് അകത്ത് കയറി. ഞാനിങ്ങ് അകത്ത് കയറി. അയ്യോ ഈ സൈഡിലുണ്ടായിരുന്നു കേട്ടോ അഴുക്ക്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇനി അകത്ത് കയറി. ബിസ്ക്കറ്റ് വല്ലതും വേണോ? ഇത് തുറന്നു തരത്തില്ല കേട്ടാ. ഇത് തുറന്നാൽ നീ എൻ്റെ അകത്ത് കയറും. പിന്നെ ഞാൻ എന്നെ എങ്ങനെ പുറത്താക്കുന്ന? ഇടുക്കി ഇവിടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കടിച്ചാലോ? വിശ്വസിക്കാൻ പറ്റത്തില്ല, ഏട്ടൻ എന്നെ ശരിയാക്കും. ഞാനൊരു ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ. പക്ഷേ ബിസ്ക്കറ്റ് ഇത് തുറക്കാനായിട്ട് കാത്തിരിക്കണേ, അതിനകത്ത് കയറാം. ബിസ്ക്കറ്റ് താണ്ടി സൈഡിൽ വീണ. ആ സൈഡിൽ നല്ലപോലെ വൃത്തിയായില്ല. അയ്യോ അതെടുക്കാൻ പറ്റത്തില്ലേ എന്തോടെ. ഇനിയിപ്പോൾ എങ്ങനെ എടുത്ത് കൊടുക്കും? ഇവൻ അവിടെ നിന്ന് മാറിയെങ്കിൽ ഞാൻ അതെടുത്ത് പുറത്തോട്ട് ഇട്ടനായിരുന്നു കേട്ടോ. തുറന്നാൽ ചിലപ്പോൾ അവൻ ചാടി ഇടിച്ച് കയറി എന്ത് ചെയ്യും? അയ്യോ അവനത് വേണമായിരുന്നോ എന്തോട്ടെ, എടുക്കാൻ പറ്റുമോ എന്തോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. ദൈവമേ പണി പാളോ. അയ്യോ 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 ഇതാ കൈ അകത്തിട്ട് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുത്തോ. ദൈവമേ കയ്യൊക്കെ ഞാൻ അകത്തിട്ടോ ആശാൻ, അത് ഞാൻ സമ്മതിക്കത്തില്ല. വേണമെങ്കിൽ ആ ബിസ്ക്കറ്റ് എടുത്തോ. അവൻ ബിസ്ക്കറ്റ് ഒരെണ്ണത് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അവൻ ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാൻ അവൻ ആ ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഞാൻ അത് കൊണ്ട് കൊടുക്കാം. അല്ലാണ്ട് അത് വേണ്ടെന്ന് തോന്നും കേട്ടോ. കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പോക്കറ്റിലെടുത്ത് വെച്ചിരിക്കാം, എന്നിട്ട് പുറകിൽ പോയി ഇരിക്കാം. ഞാൻ ദേ പുറത്ത് വന്നു. ദേ എൻ്റെ കൂടെ ഇവനുണ്ട് കേട്ടോ. ഇവന് ബിസ്ക്കറ്റ് വേണോ അതോ ഞാൻ കൊടുത്തു. അയ്യോ അവൻ കഴിക്കണില്ല കേട്ടോ. അവന് ബിസ്ക്കറ്റൊന്നും വേണ്ട കേട്ടോ. ചിക്കൻ മാത്രം മതിയാടേ. അതോ എന്നെ ഇങ്ങനെ മുട്ടി വരുമ്പോൾ നിൽക്കുവാണ് കേട്ടോ. വരുന്നു എൻ്റെ കൂടെ കമ്പനി വിടാനായിട്ട് വരുവാണോ അവിടെ. ഇതാ വരുന്നു എൻ്റെ അടുത്തോട്ട്. അടങ്ങി ഇവിടെ ഇരിക്കാമെങ്കിൽ ഇവിടെ ഇരുന്നു. ഓക്കെ എന്താണ് പ്ലാൻ? എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്തുവാടേ? ഇന്ന് ഞാൻ ഡോഗ്സ് പാർക്കിൽ പോയ സമയത്ത് എൻ്റെ 10:45 എപ്പോഴായിരുന്നു പോയത്. യൂതാ എന്നെ മുട്ടിയിരുന്നു, എനിക്ക് വാങ്ങിയ എൻ്റെ മുതുകത്തിട്ടതാ ടച്ച് ചെയ്ത് ഒരസുന്ന. അപ്പോൾ പോയ സമയത്ത് കെയ്റോയും ചാൻലോയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഗ്രൗണ്ടിൽ വേറെയും കുറച്ച് ഡോഗ്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചാനലും ആണെങ്കിൽ അതിൻ്റെ ഓണറിൻ്റെ അടുത്തൊന്ന് ചെന്നെന്ന് പറഞ്ഞ് അവരുടെ ഡോഗ് ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ക്രോസ് ഇനത്തിൽപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോഗ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്താ പറയണേ, ദേഷ്യപ്പെട്ട് ഇങ്ങനെ കടിയും ബഹളം കണക്കൊക്കെ ആയോ. പക്ഷേ കെയർ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കരുത്, ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് പേടിക്കരുത്, പതുക്കെ അവരെയും പിടിച്ച് മാറ്റിയാൽ മതി. ഇവരെല്ലാം ഭയങ്കര പേഷ്യൻസോടുകൂടി ഭയങ്കര കാമായിട്ടൊക്കെ വളരുന്നതാണ്. പെട്ടെന്ന് അതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനൊന്ന് ദേഷ്യപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരാൾ ഇരിപ്പായത് എനിക്ക് കൂട്ടായി. ഇവിടെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇത് എന്തുവാ എൻ്റെ ദൈവമേ, ഇനി എന്തോ വേണം. എന്നെ തള്ളുന്നോ? അയ്യോ അത് തള്ളുന്നു.
എന്നെ അള്ളിത് ചെയ്യരുത്. തടവി കൊടുത്തേ, തടവി കൊടുത്തു, തടവി കൊടുത്തു. അയ്യോ എനിക്ക് വാങ്ങിയതാ, ഞാൻ തടവിയൊക്കെ കൊടുത്തു. പാവം തടവാൻ വേണ്ടിയിട്ടാണോ തോയി? അനങ്ങാതിരുന്നോണം കേട്ടോ, ഇവിടെ അനങ്ങാതിരുന്നോണം കേട്ടോ, ബഹളം വെക്കുകയും ചെയ്യില്ല. ഞങ്ങളിതേ ഇവിടെ ഇരിപ്പായി. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വെതർ, വലിയ തണുപ്പും ഇല്ല കാറ്റും ഇല്ല, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അത് മാത്രമല്ല എനിക്കിതാ കൂട്ടിന് ഒരാൾ എൻ്റെ ഫോണിനെ കൂടെ മുട്ടി ഇരുമാനായിട്ട് വന്നിടന്ന് തോന്നട്ടോ. ഫോണിനെ മുട്ടി ഇരുമാന്ന് പറഞ്ഞതാ ഒരാൾ വന്നാ. ക്യൂട്ടല്ലേ? കൂടെ നിന്ന് ആൾ പോയോ അവിടെ? പതുക്കെ ഈ പോച്ചയുടെ ഇടയിലോട്ട് കയറാനായിട്ട് പോകുന്ന കണ്ടു. പോച്ചയുടെ ഇടയിലുണ്ടാ അതുവഴി ചാടി അവരുടെ വീട്ടിൽ പോയാൽ എന്തോ. ഇപ്പോൾ തൊട്ട് അപ്പുറത്തുള്ള ഒരാളെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവർ പോലും അവിടുത്തെ പൂച്ചയല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിലുണ്ട് ആശാൻ. ഇവിടെ ഇങ്ങനെ നിൽക്കുവാനാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പൂക്കളുടെ ഇടയിൽ. മഞ്ഞപ്പൂക്കളൊക്കെ കണ്ടത് എല്ലാം നല്ല വെള്ളപ്പൂക്കൾ. ഇത് ഈ സൈഡിലായിട്ട് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇവിടെ ഇങ്ങനെ ഒരു ഇരിപ്പിടമുണ്ട്, ഒരു തടി വെച്ചിട്ടുള്ള ഇരിപ്പിടമാണ് കേട്ടോ. പേടിച്ച് പോയല്ല, അവിടെ നിന്ന് ചാടി വരുന്നുണ്ട്. ഞാൻ ഷൂന്ന് വിളിച്ചപ്പോൾ പേടിച്ചതാ. ഞാൻ ഷൂന്ന് വിളിച്ചപ്പോൾ പേടിച്ച് പോയാ. ആ പോച്ചേരെ എടുത്തുനിന്ന് ഒരൊറ്റ ചാട്ടം കേട്ടോ. ഞാൻ വിചാരിച്ച് അങ്ങോട്ടും പോകണ്ട. ഞാൻ ഡോറ് തുറന്നിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ പോകുമ്പോഴേ തുറക്കുള്ളൂ. നമുക്കാണെങ്കിൽ ഇവിടെ ഇരിക്കാം. ഭർത്താവിനൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഓ ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇരിക്കാമേ. അപ്പത്തോട്ടൊന്നും പോകണ്ട കേട്ടോ. ഉറങ്ങി എണീറ്റിട്ട് വന്നിട്ടുള്ള ബഹളവും തോന്നട്ടോ. ഉറങ്ങി എണീറ്റിട്ട് വന്നിട്ട് ഞാൻ പേടിച്ചു പോയിട്ടോ. അവൻ്റെ മണ്ടയിൽ ഒരു ഒറ്റ ചാട്ടം. ഞാൻ ഇവിടുന്ന് ഷൂ എന്ന് വിളിച്ചു. അപ്പോൾ അത് കേട്ടിട്ടാണ്, അതല്ലാണ്ട് എന്തിരിക്കുന്നത്. ഇതേ ഡോറിൻ്റെ അടുത്തോട്ട് പോകണം കേട്ടോ. ഇനിയില്ല. ഇഷ്ടപ്പെട്ടാ ഡോറിൻ്റെ അടുത്തോട്ടാണ് പോകണം കേട്ടോ. അത് ഞാൻ തുറക്കത്തില്ല. അത് എനിക്ക് മാത്രമാണ് എൻട്രി. ഒറ്റ ഒരു മണി എനിക്ക് വാങ്ങി. എന്തിനു വേണം? അയ്യോ എന്തെന്നൊക്കെ ചെയ്യുന്നടെ. അപ്പുറത്തുനിന്ന് കറങ്ങി ഇപ്പുറത്ത് വന്ന് മുട്ടി വരുമെന്ന് എന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും, ഇപ്പുറത്തോടെ വന്നിട്ട് അപ്പുറത്തോടെ പോവും. കുശിനോടെ ഇത് ഇവിടുത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈസൻസൊക്കെ വേണമല്ലോ പൂച്ചേനെ ആയാലും പട്ടീനെ ആയാലും വളർത്താൻ. അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ, അതിൻ്റെ നമ്പർ, കോൺടാക്ട് നമ്പർ, എൻ്റെ ഓണറിൻ്റെ കോൺടാക്ട് നമ്പർ, സർവ്വ ഡീറ്റെയിൽസും കഴുത്തിലുണ്ട് കേട്ടോ. അതെല്ലാം ഉണ്ട്. എൻ്റെ ഓണറിൻ്റെ എല്ലാ ഇതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ വെറുതെ ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കണക്കിങ്ങനെ വളർത്താൻ പറ്റത്തില്ല. ഇവിടെ ഏട്ടൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പെറ്റ്സിനെ വാങ്ങിച്ച് തരത്തില്ല എനിക്ക്. എൻ്റെ അടിയോട്ട് ചാടി. കാരണം ഇവിടെ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കുറേ ഉണ്ട്. മുമ്പ് ഏട്ടൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദിവസം, അതായത് ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചൊരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു ഭയങ്കരമായിട്ടൊരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെന്ന് പറഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ച് ഏട്ടൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഏട്ടൻ ചെന്നപ്പോഴത്തേക്കും പുറത്ത് കോറിഡോർ ആ ഒരു ഭാഗത്തൊക്കെ സ്മെല്ലുണ്ട്. അതൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഏട്ടൻ പിന്നെ ഒന്നും നോക്കില്ല, നേരെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അപ്പാർട്ട്മെൻറ്റ് അത് ചെക്ക് ചെയ്തപ്പം ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് ഒരു ഡോഗ് ചത്ത് കിടക്കുന്നു. അതിൻ്റെ ഓണേഴ്സ് അതിനെ ഇവിടെ ആക്കിയിട്ട് അവർ എവിടെയോ പോയിരുന്നു. അങ്ങനെ ഇനി അവർക്ക് കാനഡയിൽ പെറ്റ്സിനെ വളർത്താനായിട്ട് പറ്റത്തില്ല. അവരുടെ ലൈസൻസ് റദ്ദാക്കി ഇനി അവർക്ക് വളർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഏട്ടൻ പറഞ്ഞു കുറച്ച് പുലിവാലാണെന്ന് പറഞ്ഞു. അതുപോലെ നോക്കി നടത്താൻ പറ്റണം. അങ്ങനെയുള്ളവർക്ക് നോക്കാം. ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് അതിന് വീട്ടിൽ പോകാം. ഞാനങ്ങ് കയറി പോകുമായിരുന്നു കേട്ടോ. ആശാനങ്ങ് വീട്ടിൽ പോട്ടെ. ബിസ്ക്കറ്റ് എന്താ കൊടുത്താൽ അത് കഴിച്ചില്ല കേട്ടോ. പോകുന്നു കേട്ടോ. പോട്ടെ. അപ്പം ഞാനും ഇനി പതുക്കെ വീടിനകത്തോട്ട് കയറി പോകണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും എനിക്ക് പുതിയതായിട്ട് കൂട്ടിന് വന്ന ഈ ക്യാറ്റും തമ്മിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. എനിക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്ട്. കുറച്ച് പേരൊക്കെ കൂടെ ഇന്ന് കാണണ്ടേ. കുറേ കൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ എനിക്കറിയാം. എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. പിന്നെന്തുവാ, ഇപ്പോൾ കുറച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ. പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എങ്കിലും വീഡിയോ ഇടുന്നത് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ ഞാനിങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. എന്നെങ്കിലും വ്യൂസൊക്കെ കൂടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ, ടേക്ക് കെയർ.